കോപ്പ ഡെൽ റേ ക്വാർട്ടർ പോരാട്ടത്തിൽ നാടകീയ വിജയവുമായി റയൽ മാഡ്രിഡ് സെമിയിലേക്ക് മുന്നേറി. ഇന്ന് ലഗാനസിന് നേരിട്ട റയൽ മാഡ്രിഡ് 2-നെതിരെ 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. മത്സരത്തിന്റെ 93-ാം മിനിറ്റിലാണ് റയൽ വിജയ ഗോൾ കണ്ടെത്തിയത്. എംബാപ്പയും ബെല്ലിംഗ്ഹാമും ഇല്ലാതെയാണ് റയൽ മത്സരത്തിനെത്തിയത്. ലഗാനസിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 18-ാം മിനിറ്റിൽ മോഡ്രിച്ചിന്റെയും 25-ാം മിനിറ്റിൽ എൻട്രിക്കിന്റെയും ഗോളുകൾ റയലിനെ മുന്നിലെത്തിച്ചു. എന്നാൽ 39-59 മിനിറ്റുകളിലായി യുവാൻ ക്രൂസിന്റെ ഇരട്ട ഗോളുകൾ ലഗാനസിനെ മത്സരത്തിലൊപ്പമെത്തിച്ചു. തുടർന്ന് വിജയ ഗോളിനായുള്ള പോരാട്ടത്തിൽ റയൽ വിജയിച്ചു. ഇഞ്ചുറി ടൈമിൽ ബ്രാഹിം ഡിയാസിന്റെ മികച്ച ക്രോസിൽ നിന്ന് ഗോൺസാലോ ഗാർഷ്യയുടെ ഹെഡർ റയലിന് വിജയവും സെമി ബർത്തും ഉറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 59% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 20 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 12 ഷോട്ട് ഓൺ ടാർഗറ്റ്, 573 പാസുകൾ, 93% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 16 ഷോട്ടുകളാണ് ലഗാനസ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായാണ് റയൽ മാഡ്രിഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.